സ്വത്ത് രാവിലെ തന്നെ എണീറ്റിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം എല്ലാവരുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനും സ്വത്തും ഏട്ടനും കൂടിയിട്ടാണ് പോണത്. പോണോടത്ത് ആകെ കുന്നിൻ മുകളാണ് കേട്ടോ. അപ്പം എങ്ങോട്ടാ പോണെന്നല്ലേ? തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമലയിലുള്ള ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്വത്തിനൊരു വഴിപാടുണ്ടായിരുന്നു. കുറേ കാലമായി പോകണമെന്ന് വിചാരിക്കും, പോകാൻ പറ്റാറില്ല. എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം അപ്പം ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ തന്നെ ശ്രീരാമനാണ്. അതുപോലെ ശ്രീരാമനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടെ തന്നെ ശ്രീകോവിലിനുള്ളിൽ ലക്ഷ്മണനും ഉണ്ട് കേട്ടോ. കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട രാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് വില്ലാദ്രിനാഥ ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഹനുമാനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആൽമരം ഉണ്ട്. ആ ആൽമരത്തിൽ ഗൗളി ഉണ്ട്. ആ ഗൗളിനെ നമ്മൾ കണ്ടിട്ട് ആരോടും പറയാതിരുന്നാൽ നമുക്ക് നല്ലതാണെന്നാ പറയണത്. പക്ഷെ നമ്മളത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടതിന് ഫലമില്ല എന്നാ പറയണത് കേട്ടോ. നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല പ്ലേസ് ആണ് കേട്ടോ. കുന്നിമുകളിലായ കാരണം കുറേ പേരൊക്കെ നോക്കണുണ്ട് കേട്ടോ. പക്ഷെ ആർക്കും കാണാൻ പറ്റിയില്ല. ഒരുപാട് പേർക്കൊന്നും കാണാൻ പറ്റില്ല. അവരൊക്കെ ഇനി പിന്നെ വരാന്ന് പറഞ്ഞിട്ട് പോയിട്ടോ തിരിച്ച്. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് വേറെ ഒരു ക്ഷേത്രം താഴത്ത് കണ്ടത് കേട്ടോ. ഒരു 100 അടിയോളം സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പോൾ അതങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെയും തൊഴുതിട്ട് വന്നു. ഇറങ്ങാൻ പണിയൊന്നുമില്ല, പക്ഷെ കയറാനാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ കയറി. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഒന്നും മഴയിരിക്കുന്ന കേട്ടോ വിചാരിച്ചത്. പക്ഷെ രാവിലെ പോകുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഏട്ടൻ മുണ്ടെടുക്കാത്ത കാരണം അമ്പലത്തിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താഴത്ത് തൊഴുതിട്ട് പിന്നെ നമ്മൾ ഈ മുകളിലേക്ക് തന്നെയാണ് കേട്ടോ കയറി വരേണ്ടത്. എന്നിട്ട് ഇവിടെയൊക്കെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. പായസം വാങ്ങി. പിന്നെ ഇവിടെ തൊഴാനുണ്ട്. പിന്നെ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. കുന്നിൻ മുകളായ കാരണം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ. ഇവിടെ തൊഴുതിട്ട് നേരെ റിട്ടേൺ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ആൽമരം ഉണ്ട്. ആ ആൽമരത്തിൻ്റെ ചോട്ടിലുണ്ട് എല്ലാവരും ഹരിശ്രീ ഗണപതി നമ എന്ന് പറഞ്ഞിട്ടുണ്ട്. കല്ലുളങ്ങൾ അട്ടിട്ടേക്കണം. എന്തുകൊണ്ട് അങ്ങനെ വെക്കണമെന്നൊന്നും അറിയില്ല. അപ്പം ഞങ്ങളും അതുപോലെ കല്ലൊക്കെ അട്ടിട്ട് വെച്ചു. എന്നിട്ട് റിട്ടേൺ വരുമ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. എന്ത് വേണമെങ്കിലും വാങ്ങാം. ഹോട്ടലിൽ പോയിട്ട് മസാല ദോശ കഴിച്ചിട്ടു. അത് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്. അപ്പോഴാണ് ചെനക്കത്തൂർകാവിലെ ആനയൂട്ട് നല്ല തായമ്പൊക്കെ. അപ്പം അവിടെ ഒന്ന് ഇറങ്ങി. തായമ്പക കഴിഞ്ഞിട്ടോ. ഇപ്പോൾ ആനയൂട്ടിനായിട്ട് ആനനെ കൊണ്ടുവരികയാണ്. ഒരു 6-7 ആനകൾ ഉണ്ടായിരിക്കും. അപ്പോഴേക്കും മഴ ചാറൽ തുടങ്ങി. പോകുമ്പോൾ ഭാഗ്യത്തിന് മഴ ഉണ്ടായില്ല. വരുമ്പോൾ മഴ ഇങ്ങനെ പെയ്യൽ തുടങ്ങി. അപ്പോൾ ഇവിടെ പോയി തൊഴണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല, മഴ ഇങ്ങനെ നിന്ന് പെയ്യണോണ്ട്. അപ്പോൾ മഴ കൊണ്ടിട്ടാണെങ്കിൽ ഞങ്ങൾ വേഗം പോന്നിട്ടോ. അപ്പോൾ വട കണ്ടപ്പോൾ ഉണ്ണിമോൾക്ക് ഹാപ്പിയായി. ഉണ്ണിമോളെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പോരാത്തതിനൊന്ന് സ്വാതന്ത്ര്യദിനം കൂടിയാണല്ലോ. അവള് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മഴ നിന്ന് പെയ്യുന്നോണ്ട് തീയൊക്കെ കത്താനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിന്ന് പുകയാണ്. അടുത്ത വീട്ടിലത്തെ കുട്ടികൾ മഴ കണ്ടപ്പോൾ ചേച്ചി അനിയനും കൂടിയിട്ട് മുറ്റത്തിറങ്ങി കളിക്കുകയാണ് കേട്ടോ അവര്. അപ്പം ഞാനതൊരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. പടുപ്പ് ഏകദേശം ഇങ്ങനെ കത്തി തുടങ്ങുന്നുണ്ട്. ഇപ്പം കഷ്ണ മീനാണ് വാങ്ങിയിട്ടതുണ്ടായിരുന്നത്. അതുകൊണ്ട് മീൻ നന്നാക്കേണ്ട പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മ കറിയും മീനൊക്കെ വറുക്കണുണ്ട്. ഇപ്പോൾ സ്വത്തും ഉണ്ണിമോളൊക്കെ ഒന്ന് നേരത്തെ എണീറ്റ കാരണം അവരൊക്കെ വീണ്ടും കിടന്നുറങ്ങിട്ടോ. എന്നിട്ട് ഉച്ചയായി എണീക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചോറൊക്കെ കൊടുത്തു. അപ്പോൾ ഉണ്ണിമോൾക്ക് ഉറക്കക്ഷീണമായ കാരണം വാരി കഴിക്കാനൊന്നും വയ്യ. അപ്പോൾ വാരി കൊടുത്തപ്പോൾ ഉണ്ണിമോള് കഴിച്ചിട്ടോ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം പോകാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് അങ്ങനെ പോകാൻ പറ്റി. അതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ.